ഹലോ, ലേൺ അക്കൗണ്ടിംഗ് വിത്ത് അമേയ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ്. ആദ്യം തന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, നമ്മളിവിടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എങ്ങനെ ബെറ്റർ ആയിട്ടുള്ളൊരു അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളതാണ്. നമുക്ക് അതിന് വേണ്ട കോച്ചിങ് ആണ് നമ്മൾ ഈ ചാനലിൽ കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ജോലി അക്കൗണ്ടൻ്റായിട്ട് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് അപ്പം തുടങ്ങാം. സ്വാഭാവികമായിട്ടും അക്കൗണ്ടൻറ്റുമാരുടെ വേക്കൻസി നമുക്കറിയാം. ഒരു നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മാർച്ചാണ്. UAE അങ്ങനത്തെ പുറത്തെ സ്ഥലങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ ജനുവരി ടു ഡിസംബറാണ്. ഒരു പുതിയ പോസ്റ്റിംഗ് നടക്കുന്നത് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ടിങ്ങിലാണ്. കാരണം ജോലിക്ക് അതാണ് എപ്പോഴും എളുപ്പം. നമ്മളുടെ വർക്കിൻ്റെ സേഫായിട്ടുള്ള സ്മൂത്തനായിട്ടുള്ള വർക്കിന് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടുത്തെ ഒരു എംപ്ലോയിയുടെ കയ്യിൽ നമ്മളുടെ വർക്ക് ഏൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ സ്ഥാപനങ്ങളും ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലാണ് അവിടെ അക്കൗണ്ടൻറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ബൈ ചാൻസ് റിക്രൂട്ട് അതിനിടയ്ക്ക് ചെയ്യില്ല എന്നുള്ളതല്ല, അതൊക്കെ എമർജൻസി സിറ്റുവേഷനാണ്. നോർമലി എപ്പോഴും തുടക്കത്തിൽ റിക്രൂട്ട് ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടൻറ്റ് റിക്രൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എന്നാൽ എന്താണെന്ന് നമ്മൾ നോക്കാം. സ്വാഭാവികമായിട്ടും അവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവാം. അത് അക്കാഡമിക്കലി നമ്മളെ ബൈ എക്സ്പീരിയൻസിൽ നിന്നാവാം ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആകുന്നത്. അല്ലെങ്കിൽ അത്ര പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ടല്ലേ, CA CMA എന്നൊക്കെ പറഞ്ഞ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. നമ്മളിപ്പോൾ നോക്കുന്നത് ത്രൂ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് സ്കിൽ അക്വയർ ചെയ്യാമെന്നുള്ളതാണ്. അത്തരം അക്കൗണ്ടൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ അത്തരം പൊസിഷനിലേക്ക് നമുക്ക് എങ്ങനെ കയറിപ്പറ്റാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ബേസിക്കലി ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവിടെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് ഇഫക്റ്റീവ് റോൾ ഉണ്ടായിരിക്കും. നല്ല റോൾ, കാരണം അവരാണ് ഒരു കമ്പനീൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം എവിടെയൊക്കെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ മാച്ച് ചെയ്താൽ മാത്രമാണ് ഒരു കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് നമ്മളെ കമ്പനി എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അതുകൂടാതെ ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് അതാത് റോൾസ് അവർ ചെയ്യേണ്ടി വരും. അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കിയേ. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ എല്ലാ സീക്രട്സും എന്ന് പറയുന്നത് അവിടെ സീനിയർ മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന അക്കൗണ്ടന്റുമാരായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സീക്രസിയും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ സീക്രസി ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന അവരുടെ ബിസിനസ്സിന് സീക്രസി കീപ്പ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നമുക്ക് അക്കൗണ്ടിങ് അനലിറ്റിക്കൽ സ്കില്ലുണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടായിരിക്കണം. നമുക്ക് കോസ്റ്റ് കിട്ടുമ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ ലാസ്റ്റ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അല്ലേ. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രൈറ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ റോ മെറ്റീരിയലിൻ്റെ ഒരു ഫ്രൈറ്റ് എങ്ങനെയാണ് അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്ര പെർസെൻറ്റേജ് വരും, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണത്. ഇതെല്ലാം ഒരു അവിടുത്തെ കീ പൊസിഷനിൽ ഇരിക്കുന്ന അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നല്ല അനലിറ്റിക്കൽ സ്കില്ലുണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഏതൊരു ഇഷ്യൂ വന്നാലും അല്ലേ, നമുക്ക് ഒരുപാട് ഡാമേജ് വരും, അല്ലെങ്കിൽ ഒരുപാട് സ്കോപ്പും വരും. ഇതെല്ലാം അനലൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് അതിനെ പൊട്ടൻഷ്യൽ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടൻറ്റ് നോക്കുന്നത്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ബേസിക് തുടങ്ങി അക്കൗണ്ടിങ് ബേസ് തുടങ്ങി ടെക്നോളജിയുടെ ഹയസ്റ്റ് എൻഡ് വരെ ഒരു അക്കൗണ്ടൻറ്റിന് അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് അക്കൗണ്ടൻറ്റിന് അറിയണം. എന്നാലേ കൃത്യമായിട്ട് ആ റോൾ അവർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. പക്ഷേ ഗവൺമെൻറ്റിനാണെങ്കിലും അതാ നമ്മളുടെ മാനേജ്മെൻറ്റിനോടാണെങ്കിലും പിന്നെ നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടാണെങ്കിലും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയുന്നതാണ് കീ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ടാക്സേഷൻ വർക്കുകൾ ചെയ്യേണ്ടി വരും, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്,
പിന്നെ അഡ്വൈസറി സർവീസ്. ഇതെല്ലാം ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് അക്കൗണ്ട് ഡ്യൂട്ടീസാണ്. പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ ആളുടെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം. ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളുടെ അക്കൗണ്ടിങ് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായി. എന്തിനാണ് അപ്പോൾ നമ്മൾ ഇത്തരം ഫീൽഡ് സെലക്ട് ചെയ്യേണ്ടത്? കാരണം നമ്മളെ ഗ്ലോബൽ എക്കണോമി അല്ലേ, ഗ്ലോബൽ ഇക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെഷർ ചെയ്യണത് അക്കൗണ്ടൻറ്റുമാരാണ്. ഓരോ അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ സീനിയർ മോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇക്കണോമിയുടെ ബേസാണ്. പിന്നെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്? ഡൈവേഴ്സ് കരിയർ പാത്ത് ഉണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മളൊരു സിമ്പിളായിട്ടൊരു ലേഡി ഒരു സ്റ്റിച്ചിങ് വർക്കാണ് പഠിക്കുന്നത് വിചാരിക്കുക. അവർ സ്റ്റിച്ചിങ് തന്നെ ചെയ്യുന്നത്, അവർക്ക് ആ ഫീൽഡ് കാര്യം ഉണ്ടാകും. ആ സ്റ്റിച്ചിങ് വർക്കാണ് അവർക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നത് അല്ലേ, അതിൻ്റെ പാറ്റേൺ ഡിസൈനിങ് അത്തരം ഫീൽഡ്. അതേപോലെ തന്നെ ആണ് ഒരു അക്കൗണ്ടൻറ്റിനും. അവരിപ്പം ബേസിക് അക്കൗണ്ടിങ് പഠിച്ചാൽ അവർക്ക് ഒരുപാട് വർക്ക് ഫീൽഡുകളുണ്ട്. കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാം, പിന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ സി എക്കാർ അങ്ങനെ ഓരോ ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാർ, ടാക്സ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ജോലിയല്ല ചെയ്യുന്നത്, കരിയറല്ല ചെയ്യുന്നത്, അവർ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യണത്. പിന്നെ കൂടാതെ സെപ്പറേറ്റ് അക്കൗണ്ട് ഫീൽഡും ഉണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല സ്കോപ്പ് ഉള്ളതാണ്. കാരണം നമ്മളുടെ സ്കില്ല് കൂടുന്തോറും നമ്മളുടെ ഏണിങ്സും കൂടും. അപ്പോൾ ഏറ്റവും ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതില്ലേ ഓരോ സ്കില്ലിനും, ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറായിട്ട് തന്നെ അയാൾ അവസാനിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി തരുന്നതാണ്. നമുക്കൊരു ഫീൽഡ് നമുക്ക് മതിയായി കഴിഞ്ഞാൽ അടുത്ത ഫീൽഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പണ്ട് ജോലി എടുത്ത് നമുക്ക് മതിയാവും, നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഹൈ ഡിമാൻഡാണ്. കാരണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സിന് വളരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രോത്ത് പാറ്റേൺ മെഷർ ചെയ്യണത് അക്കൗണ്ടൻറ്റുമാരായതുകൊണ്ട് തന്നെ ഏത് ഇൻഡസ്ട്രിയിലും ഒരു അക്കൗണ്ടൻറ്റ് വേണം. ഒരിക്കലും ഒരു അക്കൗണ്ടൻറ്റിന് നല്ലൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഒരിക്കലും ജോലി ഇല്ലാതെ ഇരിക്കില്ല. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്കറിയാം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ബേസിക് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ലോ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും അപ്ലൈ ചെയ്യുന്ന ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ലോ അല്ല, നമ്മൾ പർട്ടിക്കുലർ ലൊക്കേഷനല്ല, ഗ്ലോബലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും, ബിസിനസ് എവിടെയുണ്ടോ അവിടെ എല്ലാം നമുക്ക് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫീൽഡ് നമുക്ക് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യം. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അതാണ്. നമ്മളുടെ കരിയർ ഗ്രോത്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നോർമലി നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു അക്കൗണ്ടൻറ്റ് അല്ല ബുക്ക് കീപ്പിംഗ് വർക്ക് ചെയ്തായിരിക്കും തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ നാൾ നമ്മൾ ഇതേപോലെ വർക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വർക്ക് എന്താണ്? ഒരു സീനിയർ അക്കൗണ്ടൻറ്റിനെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് ആകുക, അല്ലെങ്കിൽ ഒരു നോർമൽ അക്കൗണ്ടൻ്റ് ആവുക. ആ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യും? കുറേ വർക്കുകൾ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ അവരുടെ വർക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്കുകൾ നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്ത് ഒരു അക്കൗണ്ടിങ് സീനിയറിന് നമ്മൾ കൊടുക്കും. അതിലാണ് നമ്മൾ വർക്ക് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിമം 3 ഫീൽഡിൽ നമുക്കൊരു അക്കൗണ്ടിങ് വർക്ക് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബേസിക് വർക്ക്, ബുക്ക് കീപ്പിംഗ് വർക്ക്, അക്കൗണ്ടിങ് വർക്ക്, സീനിയർ മോസ്റ്റ് വർക്ക്. അതിലും മേലെ ഉണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞ അത്തരം പോസ്റ്റുകളുണ്ട്. CFO അല്ലേ, ചീഫ് ഫിനാൻസിങ് ഓഫീസർ, ഫിനാൻഷ്യൽ ഓഫീസർ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റ് കൂടുന്തോറും നമുക്കതനുസരിച്ചുള്ള സാലറി കൂടും. അപ്പോൾ എത്രയും വേഗം ബേസിക് പോസ്റ്റുകളിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മൾ കരിയറിൻ്റെ ഫസ്റ്റ് 5 years 3 to 5 years നമ്മൾ നോക്കേണ്ടത്. എത്രയും വേഗം ഒരു സീനിയർ മോസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി കൂടും. അതുകൊണ്ട് തന്നെ എത്രയും നല്ല എക്സ്പീരിയൻസ്, എത്രയും വേഗം എക്സ്പീരിയൻസ് അക്വയർ ചെയ്യാം. പിന്നെ നമുക്ക് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്കില്ല് വേണം നമുക്ക് നോക്കാം. ടെക്നിക്കൽ സ്കില്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്.
അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബുക്കും പേപ്പറും എടുത്ത് എഴുതുന്നതല്ല, നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുന്നത്, ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ, പർച്ചേസ് ബില്ല് നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം ടെക്നിക്കലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഫയലുണ്ടാകും, ഹാർഡ് കോപ്പി ഉണ്ടായിരിക്കും, അപ്പം തന്നെ നമുക്ക് കീപ്പ് ചെയ്യുന്നതെല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ടെക്നിക്കൽ സ്കില്ല് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു അക്കൗണ്ടൻറ്റിന് വേണ്ട സോഫ്റ്റ് സ്കിൽ എന്തൊക്കെയാണെന്നുള്ളത്, നമുക്ക് നല്ല അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം, നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല എത്തിക്സ് ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, പിന്നെ അഡാപ്റ്റബിലിറ്റി. നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെ, ഒരു ബിസിനസ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. പിന്നെ നമുക്ക് ഉണ്ടാവേണ്ടത് ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ക്വാളിറ്റി ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് സ്കില്ല്. കാരണം ഒരു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് വർക്കാണ്. ഏത് ബിസിനസ് ഇല്ലാണെങ്കിലും അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അതിന് ശരിക്കും നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. കാരണം എന്ത് ഇഷ്യൂ വന്നാലും അല്ലേ, നമ്മുടെ ബിസിനസ്സിൽ ഒരു ഡൗൺ വന്നാലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊരു വേരിയേഷൻ നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ വന്നാലും അതിനെ അറിയിക്കുന്നത് അവിടുത്തെ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ കൃത്യമായിട്ടും ഒരു അക്കൗണ്ടൻറ്റിന് നല്ല അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് വേണ്ടത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് നമ്മളെ സീക്രസി, ബിസിനസ്സിൻ്റെ സീക്രസി കീപ്പ് ചെയ്യണം. കാരണം ഒരാൾ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യും, അപ്പോൾ ഏത് ബിസിനസ്സിൻ്റെ സീക്രട്ടും അവിടത്തോടുകൂടി നമ്മൾ അവസാനിപ്പിച്ച് പോരണം. പിന്നെ അടുത്തത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമുക്ക് എന്ത് അക്കാഡമിക് സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കൽ സ്കില്ല് അത് വേറെ തന്നെയാണ്. കാരണം ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ നമ്മളൊരു മിനിമം 3 to 5 ഇയേഴ്സിനുള്ളിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആകാൻ പറ്റുള്ളൂ. കാരണം ബേസിക് വർഷങ്ങളിലെല്ലാം, സ്റ്റാർട്ടിങ് ഇയേഴ്സിലെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ സ്കില്ല് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്യൂറേഷനിൽ നമ്മൾ മാക്സിമം പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നല്ല ഫേമുകളിൽ നമ്മൾ വർക്ക് ചെയ്യുക, അതായത് നല്ല സ്കില്ല് നമ്മൾ ഉണ്ടാക്കുക, പ്രാക്ടിക്കൽ വർക്ക് ചെയ്ത് തന്നെ നേടാനേ പറ്റുള്ളത്. പിന്നെ നമുക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ നോളജ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് വർക്ക് മാത്രം ചെയ്ത് പഠിച്ചിട്ടുള്ളൂ, മാനുഫാക്ചറിങ് കമ്പനിയിലാണ് നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം വർക്ക് ചെയ്തത്. അത്തരം ഒരാൾക്ക് നേരെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കുറച്ച് സമയം എടുക്കും മനസ്സിലാക്കാൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ബേസിക് അക്കൗണ്ടിങ് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യണം ഏത് ഫീൽഡിലാണ് നമുക്ക് കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമ്മളെ സ്കില്ലിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ട്രേഡിങ്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലേ, പിന്നെ ഫൈനാൻസിങ് ഇൻഡസ്ട്രി, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ സർവീസ് എടുക്കുന്നത്. അപ്പോൾ ഏതാണോ ബെറ്റർ എന്നുള്ളത് നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് അവിടെ തന്നെ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അതാണ് നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ നേരിടുന്ന നമ്മളെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്, സ്വാഭാവികമായിട്ടും ടെക്നിക്കലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എപ്പോഴും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും, ടാക്സേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ടാക്സേഷൻ റൂൾസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കണം. ഓരോ റെഗുലേഷൻ ചേഞ്ച് വരുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു സർക്കുലർ വരുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ വർക്ക് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ചില സമയത്ത് നമുക്ക് അധികം വർക്ക് ഉണ്ടാവില്ല, പക്ഷേ ടാക്സ് ഫയലിംഗ് സമയത്തൊക്കെ കൂടുതൽ വർക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ വർക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരേപോലെ വർക്കല്ല നടക്കുന്നത്. ആ ചില സീസണൽ വർക്കുകളൊക്കെ നമ്മൾ അതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ റിവാർഡ്സ് എന്തൊക്കെയാണ്, നമ്മളുടെ ഹൈ സ്റ്റേബിൾ ആയിട്ടുള്ള വർക്കാണ് അല്ലേ. കാരണം ബിസിനസ്സിന് അവിടെ ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ സീനിയർ അക്കൗണ്ടൻറ്റ്, ഏതൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് അവിടെ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി
പൊട്ടൻഷ്യൽ വർക്കാണ്. അപ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് റിവാർഡും ഉണ്ടായിരിക്കും. പിന്നെ ഒരു വർക്കിനനുസരിച്ച് സെക്ടറിനനുസരിച്ച് നമ്മൾ സാലറിയിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല സെക്ടേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. പിന്നെ നമുക്ക് നമ്മളുടെ ഒരു പൊസിഷൻ അല്ലേ, ഒരു ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലാണ് നമ്മൾ ഉണ്ടാവുന്നത് സീനിയർ ഒക്കെ ആകുമ്പോഴേക്കും. അപ്പം അതിനകത്ത് നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫ്യൂച്ചർ ട്രെൻഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം പണ്ട് ബുക്കിലാണ് അക്കൗണ്ടിങ് ചെയ്തിരുന്നത്. അത് നമ്മൾ പേപ്പറിലാക്കി പ്രിൻ്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ബുക്കിൽ എഴുതി കുറേ വർക്കുകൾ ചെയ്തിട്ടാണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം സിമ്പിളാണ്. അപ്പോൾ നമ്മളും ഓരോ സമയത്തുമുള്ള അക്കൗണ്ടന്റുമാർ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തു പോരുക. അപ്പോൾ ഫ്യൂച്ചർ ട്രെൻഡ് എന്താണെന്ന് നോക്കി അതിൻ്റെ ഒപ്പം നമ്മൾ വളരണം. എന്നാലേ നമ്മളുടെ കരിയറിനും ഗ്രോത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾക്കറിയാം നമ്മളെ സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പിന്നെ നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. എപ്പോഴും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആക്സസും നമ്മളുടെ വർക്കിനുള്ളതാണ്. പിന്നെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി ഉണ്ടായിരിക്കും. കാരണം എക്സലൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് AI സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഇപ്പോൾ AI നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് അക്കൗണ്ടൻ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇതല്ല നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഓരോ അക്കൗണ്ടന്റുമാരുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് സെക്ടേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക.